വെൽക്കം ബാക്ക് ഗൈസ്. കുറേ നാളത്തെ ശേഷം നമ്മൾ വേണ്ട വീടിന് ചെടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വീടിനകത്ത് വെച്ചിരുന്ന കുറച്ച് ഇൻഡോർ പ്ലാന്റുകളുണ്ട്, അതെല്ലാം കുറച്ച് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഗ്യാപ്പായിട്ട് കിടക്കുവാണ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് സെറ്റാക്കണം. അപ്പോൾ ഇന്ന് കുറച്ച് റീപ്ലാന്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു അവസാനം വരെ കാണുക. ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉത്തരം പറയുന്ന വീഡിയോ ആണ്. അവസാനം വരെ കണ്ടാൽ നിങ്ങൾ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഞാൻ പോയ ആ പ്ലാന്റ് നല്ല സൂപ്പറായിട്ട് പൂച്ചയുടെ മോന്തയൊക്കെ വരച്ച് വെച്ചിട്ടുള്ള എൻ്റെ പോട്ട് ഞാനിത് എടുത്തൊന്ന് വൃത്തിയാക്കുവാണ് കേട്ടോ. കുറച്ച് ഡ്രൈ ആയി പോയി, ഇതിനകത്ത് വെച്ചിരുന്ന പോത്തോസൊക്കെ കരിഞ്ഞു പോയി. അപ്പോൾ അത് റെഡിയാക്കണം. അതിന് മുമ്പായിട്ട് ഇതേപോലെ തന്നെ പച്ചക്കറി വിത്തുകൾ നമ്മൾ കുറച്ച് പാകിയിട്ടുണ്ടായിരുന്നു. ഇത് പച്ചമുളകിൻ്റെ വിത്താണ്. കാന്താരിൻ്റെ അടിയിൽ നിൽപ്പുണ്ട്, ഒളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം പൊങ്ങി വന്നേക്കുന്ന ഈ ഒരു പച്ചമുളക് നമുക്ക് നട്ടു വെക്കണം. മുമ്പ് ഒരു 2 വർഷം മുമ്പ് നട്ടു വെച്ചിരുന്ന പച്ചമുളക് ഇപ്പോഴും പച്ചമുളക് കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് രക്ഷിക്കണം. അതൊക്കെയാണ്. അങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്കും താഴെ സൗണ്ട് കേട്ട് നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടാഴെ വലിയ ഏലത്തോട്ട് വരുന്നത് ഫുള്ളായിട്ട് നശിച്ച് നിറകണക്കല്ല് ഒഴിപ്പിച്ച് ഗൈസ്. ഇത് മൊത്തം വെട്ടിക്കളഞ്ഞ് പ്ലാവൊക്കെ അരിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. ഇനിയൊക്കെ കുറച്ച് ജാതിമരവും മാത്രമേ ബാക്കിയുള്ളൂ. ഇതും വെട്ടിക്കളയുന്ന തോന്നുന്നു കേട്ടോ. ഇവിടെ ബിൽഡിംഗ് വരാൻ പോകുന്നൊക്കെ പറയുന്ന കേട്ടോ. ഇവിടുത്തെ തണുപ്പാണ് നമ്മുടെ വീട്ടിലോട്ടും കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വരുന്നതിന് മുമ്പ് അച്ഛൻ ഇതുപോലെ ഗ്രോ ബാഗിനകത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം വേസ്റ്റ് ആയിട്ടുള്ള കവറിലും ബാഗിലും എല്ലാം അച്ഛൻ ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഗ്രോ ബാഗ് മാത്രമല്ല, നമ്മുടെ ബാഗിലും കൂടെ അച്ഛൻ ഇതുപോലെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് നീലച്ചേമ്പിൻ്റെ വിത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് അവസ്ഥ, പോയി. ഇന്ന് റെഡിയായി വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വിത്ത് അയച്ചു തരാം കേട്ടോ. മാക്സിമം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാത്തൊരു ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം കിട്ടുന്നതായിരിക്കും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നല്ല വെയിലാണെന്ന് കാരണം കേട്ടോ. അപ്പം നമ്മൾ അകത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചെടിക്കകത്ത് ചെടി വെക്കാനുള്ള പ്ലാന്റ് ഇതാണ് കേട്ടോ. അത് നമ്മൾ ഇതിനെ കൊണ്ടുവന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. എപ്പോഴും വേറെ ചെടികളൊക്കെ ആണല്ലോ. അങ്ങനെ അലോവേര വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് എൻ്റെ ഒരു ജനലിൻ്റെ സൈഡ്. ഇനി ഇതേണ്ട ഈ പച്ചമുളകാണ് നമുക്ക് വീണ്ടും മാറ്റി നടാനുള്ളത് കേട്ടോ. 1 വർഷം മുമ്പുള്ള എൻ്റെ ഒരു കുറച്ച് ഗ്രോ ബാഗുകൾ അവിടെ റെഡിയായിട്ടൊക്കെ ഇരിപ്പുണ്ട്. അവയ്ക്ക് അതെല്ലാം നട്ടു വെക്കണം. ഇനി നമുക്ക് പഴയ പോലെ പച്ചക്കറിയൊക്കെ നടന്നാണ് ആഗ്രഹം കേട്ടോ. റെഡിയാവുമെന്ന് അറിയത്തില്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. അങ്ങനത്തെ ഈ ചാക്കിനകത്തെല്ലാം നല്ല വളം നിറച്ച് വെച്ചിട്ടുള്ള മണ്ണാണ്. അതിന് നമുക്ക് നട്ടു വെച്ചാൽ മതി. പഴയൊരു പച്ചമുളക് എന്നെ നോക്കി ചിരിക്കുകയാണ്, നീ എന്ത് ചെടി എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ കൊറോണ സമയത്ത് ഞാൻ ഇവിടെ വരയ്ക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഇതുണ്ടോ, ബോട്ടിൽ ആർട്ടാണ് എൻ്റെ അന്നത്തെ ഒരു പണി. പൂച്ചകളുടെയൊക്കെ പടം വരച്ച് വെക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വലിച്ചെറിഞ്ഞ ചെടിയൊക്കെ ഗ്രോ ബാഗിനകത്ത് ഉണ്ടായി വരുന്നുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് ഈ ഗ്രോ ബാഗൊക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് പച്ചക്കറി കൃഷിയൊക്കെ തുടങ്ങണം എന്നാണ് ആഗ്രഹം കേട്ടോ. വീഡിയോ ഇടാനൊക്കെ ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഈ നീലച്ചേമ്പിൻ്റെ വിത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ കൊണ്ടല്ലേ ഗൈസ് ഞാൻ ഇവിടെ വരെയൊക്കെ എത്തിയത്. അപ്പോൾ നിങ്ങൾ ഇനിയും സപ്പോർട്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ രണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സാധനം കിട്ടി. കൂർക്കയാണ്. പണ്ട് ഞാൻ നട്ടു വെച്ചാട്ടോ. അത് എൻ്റെ വീട് അതിൻ്റെ വിത്തായിട്ട് കിടപ്പുണ്ട്. ഇത് നമുക്ക് എവിടെയെല്ലാം ഒന്ന് നട്ടു വെച്ചിട്ട് അതിൻ്റെ ഒരു തളിർപ്പ് വന്നിട്ട് ആ തളിർപ്പ് എടുത്ത് കുത്തിയിട്ട് നമുക്ക് അടിപൊളി ഒരു കൂർക്കത്തോട്ടം ഉണ്ടാക്കണം. നോക്കുമ്പോൾ ലിയോമോ വന്ന് ചോദിക്കുമോ, നീ എന്നാ കാണിക്കുമോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ആ കൂർക്കയൊക്കെ മാറ്റി വെച്ചു. ബാക്കി ആ ഗ്രോ ബാഗിലെല്ലാം പച്ചമുളക് നട്ടു വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊക്കെ നമ്മൾ ചാണകപ്പൊടി ഇട്ടിട്ടുള്ള കേട്ടോ. ഇനി കുറച്ചും കൂടെ വളമൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ആ പഴയ പച്ചമുളകിൻ്റെ ചെടി ഇതാണ്. ഇതിനകത്തൊന്നും ഇപ്പം ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഇത് ഞാൻ ഹോസ്റ്റലിലേക്കൊക്കെ കൊണ്ടുവരണം. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ. നല്ല അടിപൊളിയാണ്. മുട്ട പൊരിക്കുമ്പോൾ നമുക്ക് ഇടാൻ കൊള്ളാം കേട്ടോ. ഞാനിങ്ങനെ ഓടി വന്ന് മുട്ട പൊരിക്കുന്ന സമയത്ത് കരിവേപ്പിലയും ഇതൊക്കെ പറിച്ചെടുക്കുമായിരുന്നു. എന്ന രസമായിരുന്നു അറിയാമെന്നൊക്കെ. ഇപ്പോൾ കൃഷികളെല്ലാം പോയി. ഇനി ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം കേട്ടോ. അപ്പോൾ വിത്തുകളൊക്കെ കിട്ടുന്ന എന്തെങ്കിലും വെബ്സൈറ്റുകളൊക്കെ കൊണ്ട് അറിയാവുന്നവർ ഈ ഒരു വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ചെടി ഇതാണിത്. നമ്മൾ അധികം കായൊന്നും ഉണ്ടാകാത്ത, അതായത് പച്ചമുളക് ഉണ്ടാകാത്ത ചെടി പറിച്ച് കളഞ്ഞു. അവിടെ വേസ്റ്റ് വെള്ളമൊക്കെ ഒഴുകി വരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇതുപോലെ നട്ടു വെക്കുകയാണെങ്കിൽ വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ. സോപ്പ് വെള്ളം ഒന്നും ഒഴിക്കരുത്. അങ്ങനെ ഞാൻ താഴത്തെ പറമ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ എനിക്കൊരു സങ്കടം വരും. പച്ചപ്പരന്ന് മൊത്തം പോയി ഗൈസ്. പ്ലാവൊക്കെ അരിഞ്ഞിട്ടേക്കുന്ന കണ്ടപ്പോൾ ഒരു ഭയങ്കര വിഷമം തോന്നി. അങ്ങനെ ഞാൻ അവിടെ എല്ലാം ഒന്ന് കളച്ച് വൃത്തിയാക്കുവാണ്. അച്ഛത് എനിക്ക് വേണ്ടി വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽപ്പുണ്ട്. ഇനിയിപ്പം കുറച്ച് അലോവേര ഉണ്ട്, അതും മാറ്റി നടണം. ചീരച്ചേമ്പുണ്ട്, അത് മാറ്റി നടണം. വീഡിയോ ഇഷ്ടപ്പെട്ടൊരു അവസാനം വരെ കാണാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇങ്ങനെ ചെറിയ കൃഷികളുടെ വീഡിയോ ഇടുക്കിന്ന് കാണുന്നുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ ഭയങ്കര വെയിലായതുകൊണ്ട് ഒരു തോർത്തൊക്കെ എടുത്ത് തലയിട്ടിട്ട് മണ്ണൊക്കെ ഒന്ന് ഒരുക്കുവാണ്. ആദ്യം തൂമ്പ വെച്ച് വെട്ടി കല്ലും ഇതെല്ലാം മാറ്റിയതിന് ശേഷം വേരും പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം ഒന്ന് മാറ്റിയിട്ടിട്ട് വേണ്ട ഒരു കൈത്തോണ്ടി വെച്ച് ഭയങ്കര സെറ്റാക്കി എടുക്കുവാണ്. പച്ചമുളക് 2 വീതമാണ് നടുന്നത് കേട്ടോ. നല്ല എനർജി ആക്കി നിൽക്കുന്ന ഒരു പച്ചമുളക് തൈയാണ്. ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാവുമെന്ന് എനിക്കറിയത്തില്ല. എന്താണല്ലോ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ മുമ്പ് ഇനിയുള്ള വീഡിയോസ് എൻ്റെ സപ്പോർട്ട് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രഷനായിപ്പോയി ഗൈസ്. അങ്ങനെ ഞാൻ കുറേ നാൾ വീഡിയോസൊക്കെ ഇടുന്നില്ലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു വീഡിയോ നിർത്തുമെന്ന് വേണ്ട, സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടെ ഉണ്ടാവും എന്നൊക്കെ എന്നെ കുറച്ചൊരു മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ തൈയും ഇതുപോലെ നട്ട് സെറ്റാക്കി. നല്ല വെയിലായിരുന്നു കേട്ടോ.
ഇനിയിപ്പോൾ അലോവേര നടാൻ വേണ്ടി ഒരുപാട് അലോവേര ഉണ്ട്. അത് ഗ്രോ ബാഗ് വെച്ചിട്ട് ഒരു റെഡി ആവുന്നില്ലായിരുന്നു കേട്ടോ. അത് നമ്മളിതുപോലെ ചാക്കിനകത്തൊന്ന് മാറ്റി മണ്ണിനകത്ത് നട്ട് അവനെ രക്ഷിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു കൂർക്ക, ഇതെല്ലാം നമുക്കൊന്ന് നട്ട് വെക്കണം. ഇതിൻ്റെ തളിർപ്പ് ഒന്ന് ഉള്ളി എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ കൂർക്ക തോട്ടം ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് നല്ല ഒരു വരമ്പൊക്കെ സെറ്റാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇതിൻ്റെ ഒന്ന് വളർന്നു വരാൻ വേണ്ടി തളിർപ്പ് വന്നിട്ടുള്ള കൂർക്ക എല്ലാം ഇതുപോലെ മണ്ണിനകത്ത് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കൂർക്ക നട്ടു. ഇനി നമുക്ക് ചീരച്ചേമ്പ് ഒന്ന് മാറ്റി നടാറുണ്ട്. ഈ ചീരച്ചേമ്പെന്ന് പറഞ്ഞാൽ ഒരു പ്രദേശം മുഴുവനും ചീത്തയായി പോകും. അപ്പോൾ അതിനുള്ളൊരു പ്രതിവിധിയാണ് ഇന്നത്തെ വീഡിയോ. തൂമ്പാക്ക് വൃത്തിയാക്കി വെച്ചില്ലെങ്കിൽ അച്ഛൻ നല്ല വഴക്ക് പറയും. അപ്പോൾ ഈ അടി പോയി ഒരു ബക്കറ്റ് എടുത്ത് ഒരു മണ്ണിനകത്ത് നമ്മൾ ഇറക്കി വെക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് വളം ഇടുക. അപ്പോൾ ചീരച്ചേമ്പെന്ന് പറഞ്ഞ ഒരു പ്രദേശം മുഴുവനായിട്ട് അങ്ങ് എടുത്തുകൊണ്ട് പോകും. വേറെ ഒന്നും നമുക്ക് നടാൻ പറ്റത്തില്ല. അപ്പോൾ അച്ചയ്ക്കത് ഇഷ്ടമുള്ള അച്ഛനെല്ലാം പറിച്ച് കളഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. എനിക്ക് പക്ഷേ ഇത് ഹോസ്റ്റലിലൊക്കെ കൊണ്ടുപോകാനും തോരൻ വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഞാനങ്ങനെ വീണ്ടും ഇതിനകത്ത് കൊണ്ടുപോയി വെച്ചു. ഇവിടെ ഞാൻ നീലച്ചേമ്പ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിത്താവുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ചോദിച്ചവരോടൊക്കെ എനിക്കുള്ള മറുപടി. അപ്പോൾ ഇതാണ് പിറ്റേ ദിവസം കാന്താരിമുളകും ബാക്കി നട്ട സാധനങ്ങളെല്ലാം സെറ്റായിട്ട് നിൽപ്പുണ്ട്. പിന്നെ കുറച്ചധികം പ്ലാന്റുകൾ ഞാൻ റീപ്ലാന്റ് ചെയ്ത് റീപോർട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം നിങ്ങളെ കാണിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏലത്തിൻ്റെ ചോട്ടിൽ പോയി കുറേ നേരം ഇങ്ങനെ നിന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.